ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഞാനിന്ന് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടിലാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 4 വലിയ സവാള, 6 ചെറിയ ടൊമാറ്റോസ്, 6 പച്ചമുളക്, 6 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക്. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2.5 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി എടുത്ത് ഞാനിങ്ങനെ സൂക്ഷിച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ കുക്കർ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ സവാള ഇട്ടു. സവാള ഒരു 3/4 ഭാഗം ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം വഴിയെ. എന്നിട്ട് ഞാൻ ഉപ്പിട്ടു. എന്നിട്ട് വഴറ്റി ഈസിനസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാൻ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറണ വരെ വഴറ്റിയെടുത്തു. അതിന് ശേഷം ഞാനൊരു 6 ചെറിയ ടൊമാറ്റോസ് എടുത്തിട്ടു. നിങ്ങൾക്ക് സാധാരണ ടൊമാറ്റോസ് എടുത്താലും മതി, ഞാനിപ്പോൾ ചെറിയ ടൊമാറ്റോസ് ഉള്ളതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ എടുത്തത്. എന്നിട്ട് ഞാൻ ബീഫ് എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഈ കുക്കർ അടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു. എന്നിട്ട് ഒരു 10 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡിലെ ബീഫൊക്കെ വേവാൻ കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി എടുത്ത് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള സവാളയും കൂടി എടുത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് വഴറ്റി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിടാം. എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. നിങ്ങൾക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വേപ്പില ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ആ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു മസാലയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് നന്നായി ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി റെസിപ്പിയാണ്.